ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നൊരു ലെഗ് ഡേ ആണ് ചെയ്യാൻ പോകുന്നത്. ബട്ട് അതിനു മുമ്പൊരു കാര്യം, ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെയധികം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് തരുന്നുണ്ട്. സോ സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് പോരുത്, വീഡിയോ മൊത്തം കണ്ടിട്ട് പോവുക. കാരണം ഇടയ്ക്ക് വെച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ലാസ്റ്റ് ഞാനൊരു ഓഫർ പറയുന്നുണ്ട്. ഓഫർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. സോ ഈ വീഡിയോ മൊത്തം കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ലാസ്റ്റ് ആ പറയുന്ന മെസ്സേജ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളതുപോലെ ചെയ്യുക. ഓക്കെ, നമുക്ക് ഇന്നത്തെ ലെഗ് ഡേ ആണ്. സോ ഞാൻ ലെഗ് ഡേ ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. കാരണം എൻ്റെ ലെഗിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട്. ഒരു 2 മേജർ സർജറി കഴിഞ്ഞിട്ടുള്ള ലെഗാണ് എൻ്റെ റൈറ്റ് ലെഗ് എന്ന് പറയുന്നത്. സോ അതിനകത്ത് കുറച്ച് മസിൽ കുറവുണ്ട്. ബിക്കോസ് സർജറിക്ക് ശേഷം അത് കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ എൻ്റെ നീ ഡിസ്ലൊക്കേറ്റഡ് ആണ്. സോ അതുകൊണ്ട് കുറച്ച് ലിമിറ്റേഷൻസ് എൻ്റെ ലെഗിനുണ്ടായിരുന്നു. സോ അതൊക്കെ എങ്ങനെ ലിമിറ്റ് ഞാൻ ക്രോസ് ചെയ്ത് വന്നു എന്നുള്ളത് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എക്സസൈസസ് എങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മുടെ ലെഗ് ഡേ ആണ്. ഇന്ന് ലെഗാണ് ചെയ്യാൻ പോകുന്നത്. സോ ഇപ്പം കുറച്ച് നല്ല ഹെവി ആയിട്ടൊരു ലെഗ് ഡേ ആയിരിക്കും. അപ്പം സമയം ഇപ്പോൾ ഏകദേശം ഒരു 5 മണിയായിട്ടുണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ക്ലയൻസ് ആരും വന്നിട്ടില്ല. അപ്പം ഇത് ഞാൻ എൻ്റെ കാലിലിടുന്നുണ്ട്. കാരണം എൻ്റെ കാലിൽ ചെറിയൊരു ഡിസ്ലൊക്കേഷൻ സംഭവിച്ചിട്ടുണ്ട്. 2 മേജർ സർജറീസ് എൻ്റെ കാലിൽ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ നീ ഇപ്പോഴും ഡിസ്ലൊക്കേറ്റഡ് ആണ്. സോ അത് എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി, വീട്ടുകാർക്കൊക്കെ ഭയങ്കര പേടിയാണ്. സോ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഇത്. അല്ലാതെ എല്ലാവർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ്. ഇതിനകത്തുള്ള നീ ബാൻഡ്സ് വാങ്ങിക്കാൻ കിട്ടും. ഈ ഡെക്കാത്തലോൺ പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഇത് കുറച്ചുകൂടി ഫാൻസി ആയിട്ട് കിട്ടും. സോ ഇത് ഞാൻ എപ്പോഴും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടേക്കും. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇത് തന്നെ വേണമെന്നില്ല, ഇതിൻ്റെ ബ്ലാക്ക് കളേഴ്സ് അവൈലബിൾ ആണ്. സോ പ്രഷർ കൊടുക്കുന്ന സമയത്ത് നീക്കി എപ്പോഴും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇരുന്ന് നല്ലതായിരിക്കും. സോ ഇപ്പം നമുക്ക് ഇന്ന് ലെഗ് ഡേ ആണ്. നമുക്ക് കുറച്ച് ഹെവി വർക്കൗട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ വാമപ്പ്. വാമപ്പിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെച്ചിങ് ആണ്. ഒരുപാട് പേര് ചെയ്യാത്തൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ലെഗ് ഡേ ആൻഡ് ബാക്ക് ഡേ ഡെഡ് ലിഫ്റ്റൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യേണ്ട കുറച്ച് സ്ട്രെച്ചിങ്സ് ഉണ്ട്. ആ സ്ട്രെച്ചിങ്സ് എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷം മാത്രമേ നമ്മൾ വെയിറ്റ് എടുക്കാൻ പോകാവൂ. കാരണം ലെഗിന് നല്ല രീതിയിലുള്ള ഇഞ്ചുറീസ് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ നല്ല രീതിയിൽ സ്ട്രെച്ച് ചെയ്യുന്നത്. സോ വർക്കൗട്ടിന് മുമ്പും വർക്കൗട്ടിന് ശേഷവും ലെഗിന് എപ്പോഴും സ്ട്രെച്ചിങ് കൊടുക്കുക. അപ്പോൾ അങ്ങനത്തുള്ള കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ട്രെച്ചിങ് കാണിച്ചു തരാം. ഓക്കെ, നമുക്കപ്പോൾ ലെഗിൻ്റെ സ്ട്രെച്ചിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ മറ്റേ സൈഡ് 2 സൈഡും ചെയ്യുക. പിന്നെ കാലിനൊരു കുഴപ്പമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സൈഡ് അധികം വളഞ്ഞ് പോകാത്തത്. കാരണം എപ്പോഴും സേഫ്റ്റി നോക്കുന്ന ഒരു നല്ല കാര്യമാണ്. സോ ഈ സൈഡ് കുറച്ചുകൂടി ഞാൻ നല്ലോണം സ്ട്രെച്ച് ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ സ്ട്രെച്ചിങ്. എല്ലാ സൈഡും നല്ല രീതിയിൽ നമ്മുടെ ഹിപ്പ് മൂവ്മെൻറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ മനസ്സിലാവും. അങ്ങനെ ടച്ച് ചെയ്തിട്ട് ലെഗ് സ്ട്രേറ്റ്, നീ നല്ലോണം സ്ട്രേറ്റ് ചെയ്യുക. നിങ്ങളുടെ ഹാംസ്ട്രിങ്ങും നല്ല രീതിയിൽ സ്ട്രെച്ച് ആവും. സോ ഇപ്പോൾ ഇതെൻ്റെ വീക്കിലെ 2ാമത്തെ ലെഗ് ഡേ ആണ്. നെക്സ്റ്റ് നിങ്ങൾ വാമപ്പ് എങ്ങനെ പോയാലും ഒരു 15 മിനിറ്റ്സ് എങ്കിലും ഉണ്ടായിരിക്കണം. നല്ല രീതിയിൽ വാമപ്പ് ചെയ്തിട്ട് മാത്രമേ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാവൂ. അപ്പം മിനിമം ഇത്രയും സ്ട്രെച്ചിങ് നിങ്ങൾ ചെയ്തിരിക്കണം. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സ്ക്വാട്ട്സ് ആണ്.
അപ്പം വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. സ്ക്വാട്ട്, കാല് ഇവിടെ വെച്ചിട്ട് ഒരു സ്റ്റെപ്പ് ബാക്ക് സ്ട്രേറ്റ് ആൻഡ് സ്ക്വാട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 അപ്പോൾ ഞാൻ 25ൻ്റെ 4 സെറ്റാണ് ചെയ്യുന്നത്. ടോട്ടൽ 100 സ്ക്വാട്ട്സ് ആവും വിത്തൗട്ട് വെയിറ്റ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് കൊണ്ടുള്ള സ്മിത്ത് മെഷീനിലോട്ട് പോകും. സോ ഞാൻ വാമപ്പ് തീർത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്ക്വാട്ട്സ് ആണ്. സോ സ്മിത്ത് മെഷീൻ അതാണ് സ്ക്വാട്ട്സ് ചെയ്യുന്നത്, കാരണം ഇപ്പോൾ സ്പോട്ട് ചെയ്യാൻ ആരുമില്ല. സോ 15 kgs ഞാൻ 2 സൈഡിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് ചെയ്യുന്നതിന് 2 പൊസിഷനുണ്ട്. ഒന്ന് നോർമൽ പൊസിഷൻ, നമ്മൾ ബാറിന് സ്ട്രെയിറ്റ് ആയിട്ട് സെയിം ലെവലിൽ നിൽക്കുന്നത്, ഒരു സ്റ്റെപ്പ് വൈഡ് ആൻഡ് ഡൂയിങ് ദ സ്ക്വാട്ട്സ്. ഇത് നല്ല രീതിയിൽ നമുക്ക് ഡീപ്പായിട്ട് പോകാൻ പറ്റും. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാംസ്ട്രിങ്സ്, ഗ്ലൂട്ട്സ്, ക്വാഡ്സ് ഇത് മൂന്നും ഒരേ സമയം ഫീൽ ചെയ്യുന്ന സ്ക്വാട്ട്. വേറെ പൊസിഷനുണ്ട്, ബട്ട് ഞാനത് യൂസ് ചെയ്യാറില്ല, കാരണം എനിക്ക് ഫ്രണ്ട് കാലിന് പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. ബട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു സ്റ്റാൻഡ് ഫ്രണ്ടിലോട്ട് നിൽക്കുക, കുറച്ചും കൂടി ലീൻ ബാക്ക്ഡ് പൊസിഷൻ ആയിരിക്കും. ബാക്കിൽ സ്പോട്ട് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും, ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ കാണണം. കൈ ചേർത്ത് വെക്കുക, ബാക്ക് സ്ട്രേറ്റ് ആൻഡ് ഗോ ഫോർ ഇറ്റ്. ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടി ഫ്രണ്ടിലേക്കായിരിക്കും എഫക്റ്റ് വരുന്നത്. സോ ക്വാഡ്സിന് കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രഷർ വരും. കാല് കുറച്ചും കൂടി അടുപ്പിച്ച് വെക്കുക, ലീൻ ബാക്ക് ആൻഡ് ഗോ. ഓക്കെ, സോ ഈ പൊസിഷനിൽ നമ്മുടെ ക്വാഡ്സ് നല്ല രീതിയിൽ പ്രഷറാവും. ബട്ട് ഞാനത് മാക്സിമം യൂസ് ചെയ്യാറില്ല, കാരണം എനിക്കത് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. ഞാനെപ്പോഴും നോർമലായിട്ട് ഫ്രീ വെയിറ്റാണ് ഞാൻ സാധാരണ അടിക്കാറ്. ഫ്രീ വെയിറ്റ് ആയിട്ടുള്ള സ്ക്വാട്ട്സാണ് ഞാൻ ചെയ്യാറ്. ഇതിപ്പോൾ സ്മിത്ത് മെഷീന് ആരും സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. സോ നമുക്ക് സ്ക്വാട്ട്സ് ചെയ്യാം. 3 സെറ്റ് 12 reps. സപ്പോർട്ടിന് ആളില്ലാത്തതുകൊണ്ട് ഹെവി പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സോ ഇത് തന്നെ ഒരു 3 സെറ്റ് ചെയ്തിട്ട് അടുത്ത എക്സസൈസ് കാണിച്ചു തരാം. ഓക്കെ, സ്റ്റാർട്ട്. കുറച്ചും കൂടി വൈഡ് പിടിക്കുക ഞാൻ ഈ പ്രാവശ്യം. കുറച്ചും കൂടി ഡീപ്പ് പോകാൻ വേണ്ടി ഗ്ലൂട്ട്സ് ആക്ടിവേറ്റ് ആണ്. സോ 2 സെറ്റ് കഴിഞ്ഞു. നല്ല രീതിയിൽ ഹാർട്ട് റേറ്റ് നല്ല രീതിയിൽ കൂടുന്നുണ്ട്. സോ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് അടുത്ത സെറ്റ് അടിച്ചിട്ട് ഫിനിഷ് ചെയ്യുക. സോ നമുക്ക് അടുത്ത എക്സസൈസിൽ കാണാം. ലെറ്റ്സ് ഗോ. വർക്കൗട്ടിനിടയ്ക്ക് വെള്ളം കുടിക്കണമെന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും. ഓബിയസ്ലി വെള്ളം കുടിക്കണം, കാരണം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ എപ്പോഴും നമ്മൾ ബോഡി ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തലകറക്കവും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. സോ വെള്ളം കുടിക്കുക. ഒരുപാട് കുടിച്ച് വയറ് നിറയ്ക്കരുത്, കാരണം ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് വോമിറ്റിംഗ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ വെള്ളം കുടിക്കുക, ആവശ്യത്തിന് കുടിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് പോകാം. നെക്സ്റ്റ് വർക്കൗട്ട് ലഞ്ചസ് ആണ്. ഞാൻ വാക്കിംഗ് ലഞ്ചസ് ചെയ്യാറില്ല. സോ
സോ വിൽ ഡു സ്റ്റാൻഡിങ് ലഞ്ചസ്. ഇതാണ് പൊസിഷൻ. യെസ്. ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ ഇതിനു മുമ്പ് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫ്രണ്ടിലേക്ക് ലീൻ ചെയ്താൽ ഗ്ലൂസ് ആക്ടിവേറ്റ് ആവും. സോ ഐ എം കോൺസെൻട്രേറ്റിംഗ് ഓൺ മൈ ഹാംസ്ട്രിങ്സ് ടുഡേ. സോ നമ്മൾ ബാക്കിലോട്ടുള്ള പൊസിഷൻ എടുക്കാം. സ്ട്രേറ്റ് ആൻഡ് അപ്പ്, സ്ട്രേറ്റ് ആൻഡ് അപ്പ്, സ്ട്രേറ്റ്. എൻ്റെ കാലിൻ്റെ പൊസിഷൻ കറക്റ്റല്ലെന്ന് പറഞ്ഞാൽ കമൻറ്റ് ഇടണ്ട. അതായത് ഡിസ്ലൊക്കേറ്റ് ജോയിൻ്റ് ആയതുകൊണ്ട് അങ്ങനെ വെക്കാൻ പറ്റത്തുള്ളൂ. സോ ഐ ആം ഡൂയിങ് മൈ വർക്കൗട്ട് വിത്ത് മൈ ലിമിറ്റ്സ്. ഓക്കെ, വൺ സൈഡ് കഴിഞ്ഞു. സോ നിങ്ങളും സെക്കൻഡ് സൈഡ് സെയിം വെയിറ്റ് ഇട്ടാണ് ചെയ്യുക. ബട്ട് എനിക്ക് ഇതിനകത്തധികം വെയിറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. സോ ഞാൻ വെയിറ്റ് ഇല്ലാതെ രണ്ടാമത്തെ സൈഡ് ചെയ്യുന്നു. ബട്ട് ഇതാണ് നിങ്ങളുടെ കറക്റ്റ് ലെഗിൻ്റെ പൊസിഷൻ. കുറച്ച് വഴി വെക്കുക. ഈ ലെഗും സ്ട്രൈറ്റ് ആയിരിക്കണം. 90 ഡിഗ്രി. 1 2. ഇവിടെയാണ് 90 ഡിഗ്രി വരുന്നത്. ഓക്കെ, 3 വെക്കുക. ബാക്ക് സ്ട്രൈറ്റ്, ലുക്ക് സ്ട്രൈറ്റ്. 1 2 3 4 5 6. നല്ല രീതിയിൽ ടയർഡാവുന്നുണ്ട്. ബട്ട് ഇല്ല, ചെയ്ത് തീർക്കും. ഓക്കെ, ടയർഡായാലും കുഴപ്പമില്ല. ഹാവ് ടു ഫിനിഷ് ദ സെറ്റ്സ്. കം ഓൺ. 7 8 9 10 11 12 13 14 15. ഗുഡ്. അപ്പം ഈ സൈഡിൽ ഞാൻ ലെഗിൽ വെയിറ്റ് എടുക്കാത്തതുകൊണ്ട് ഈ സൈഡിൽ ഞാൻ എപ്പോഴും കുറച്ചും കൂടി റെപ്സ് കൂടുതൽ അടിക്കുന്നതായിരിക്കും. അപ്പം ലഞ്ചസ് 3 സെറ്റ്, 10 ഈച്ച് സൈഡ്. അപ്പോൾ നമുക്ക് അടുത്ത വർക്കൗട്ട് പോകാം. അടുത്ത് ചെയ്യാൻ പോകുന്നത് ലെഗ് പ്രസ്സാണ്. ലെഗ് പ്രസ്സിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അത് എല്ലാ ജിമ്മിലും ഉള്ളൊരു മെഷീനാണ്. എല്ലാവരും ഒരുപാട് വെയിറ്റ് ഇട്ട് ചെയ്യുന്നൊരു മെഷീനാണ്. ബട്ട് വെയിറ്റ് ഇടുന്നതിലല്ല കാര്യം. ലെഗ് പ്രസ് ചെയ്യുമ്പോൾ മാക്സിമം മൂവ്മെൻറ്റിലാണ് കാര്യം. നിങ്ങളുടെ റേഞ്ച് ഓഫ് മോഷൻ കറക്റ്റായിട്ടില്ലെന്നുണ്ടെങ്കിൽ എത്ര വെയിറ്റ് ഇട്ട് അടിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ വെയിറ്റ് ഇട്ട് അടിച്ചോ, വെയിറ്റ് ഇട്ട് അടി മാക്സിമം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എഫക്റ്റ് ഉണ്ടാകുന്നത് സ്മിത്ത് മെഷീൻ സ്ക്വാട്സിനകത്താണ്. അതിനകത്ത് നിങ്ങൾ എത്ര വെയിറ്റ് ഇട്ട് അടിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് എഫക്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. സോ ലെഗ് പ്രസ് 3 വേരിയേഷൻസ് ഉണ്ട്. ആ 3 വേരിയേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. ഓക്കെ, നമുക്ക് ലെഗ് പ്രസ് ചെയ്യാം. ലെഗ് പ്രസ് ചെയ്യുന്ന സമയത്ത് കാല് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ലിവർ മാറ്റാവൂ. അപ്പോൾ ഞാൻ മിനിമം വെയിറ്റാണ് ഇട്ടിരിക്കുന്നത്. 2 പുഷ് ചെയ്യുക, ലിവർ മാറ്റുക, മാക്സിമം ഡൗൺ ആൻഡ് മാക്സിമം ഡൗൺ ആൻഡ്. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും ലെഗ് ഇങ്ങനെ ലോക്ക് ചെയ്യരുത്. ലോക്ക് ചെയ്താൽ വെയിറ്റ് കൂടുതലാണെങ്കിൽ ഇത് ഓബിയസ്ലി താഴോട്ട് പോകും, ലെഗ് ഫ്രാക്ചർ ആവും. സോ എപ്പോഴും ഒരു ബെൻഡ് വെക്കുക. ആൻഡ് അപ്പ് ഡൗൺ അപ്പ് ഡൗൺ അപ്പ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് പറഞ്ഞാൽ ലെഗിൻ്റെ പൊസിഷനാണ്. സോ നമ്മൾ വെക്കുന്ന ഈ നോർമൽ പൊസിഷൻ ആൻഡ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഒക്കെ റിമൂവ് ചെയ്തു. സോ ഈ പൊസിഷനിൽ താഴേക്ക് വരിക. സോ ഇത് കൂടുതലും നമ്മുടെ കാഫ്സും ക്വാഡ്സിനുമാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മിനിമം ഇത്രയും വരിക. സോ ഇതാണ് നോർമൽ പൊസിഷൻ. രണ്ടാമത്തെ പൊസിഷൻ വരുന്നത് ലെഗ് കുറച്ചും കൂടി മുകളിലേക്ക് വെക്കുക. സോ ഇതാണ് എൻ്റെ അതിനൊരു ഹാഫ് വരും. ഓക്കെ, അതൊക്കെ റിമൂവ് ചെയ്യുക. ഡൗൺ ആൻഡ് ഡൗൺ. ഇത് കുറച്ചും കൂടി നമുക്ക് ഇവിടെ ആയിരിക്കും എഫക്റ്റ് വരുന്നത്. ഹാംസ്ട്രിങ്സും ഗ്ലൂട്ട്സിലുമാണ് കൂടുതൽ എഫക്റ്റ് വരുന്നത്. ഇത് മാക്സിമം റേഞ്ച് ഓഫ് മോഷനിൽ ചെയ്യുക. ഡൗൺ ആൻഡ് അപ്പ്. സോ ഇതാണ് സെക്കൻഡ് പൊസിഷൻ. തേർഡ് പൊസിഷൻ എന്ന് വെച്ചാൽ വൈഡ് വെക്കുക. ചിലർക്ക് വൈഡ് ഇങ്ങനെ വെക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. സോ വൈഡ് വെക്കുന്നതിൻ്റെ കൂടെ കുറച്ചൊന്ന് അകത്തേക്ക് ടിൽറ്റ് ചെയ്ത് വെക്കുക, ഒരു വി ഷേപ്പ് പോലെ. നോട്ട് ലെഗ് സ്ട്രെയിറ്റ് ആക്കിയത് കുറച്ച് ബെൻഡ് ഉണ്ടായിരിക്കണം. ആൻഡ് സോ ഇത് മാക്സിമം നമുക്ക് വൈഡ് വരും. ഓക്കെ, സോ ഇത് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് ഇന്നർ തൈ.
ഈ പൊസിഷൻ. ഈ 3 സെറ്റ് വീതം. സോ ടോട്ടൽ 9 സെറ്റ് വരും. ഓരോന്നും 3 സെറ്റ് വീതം ചെയ്യുക. വെയിറ്റ് അധികം അടിക്കണമെന്നില്ല, ബട്ട് നിങ്ങൾക്ക് അടിക്കാൻ പറ്റുന്ന ഒരു മിനിമം റേഞ്ച് ഓഫ് വെയിറ്റ് വെച്ചിട്ട് മാക്സിമം റേഞ്ച് ഓഫ് മോഷൻ വരുന്ന രീതിയിൽ ചെയ്യുക. സോ ഇതടിച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കാല് അത്യാവശ്യം നല്ല രീതിയിൽ പമ്പാവും. സോ ഞാൻ ഇത് അടിച്ച് കഴിഞ്ഞിട്ടുള്ള എൻ്റെ പമ്പ് കാണിച്ചു. സോ 3 സെറ്റ് കഴിഞ്ഞു. ഇപ്പം പമ്പായിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഇതാണ് ലെഗ് പമ്പ്. ഓക്കെ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അധികം ഹെവി അടിക്കാത്തതുകൊണ്ടാണ് അധികം പമ്പില്ലാത്തത്. ബട്ട് ഇറ്റ്സ് പംപ്ഡ് അപ്പ്. ഓക്കെ, ഇപ്പം ഞാൻ വർഷങ്ങളായിട്ട് വർക്കൗട്ട് ചെയ്യുമെങ്കിലും ഞാൻ ലെഗ് വർക്കൗട്ട് ചെയ്യത്തില്ലായിരുന്നു. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയായിരുന്നു. ഈ കാലിന് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടിയാണ് ഞാൻ വർക്കൗട്ട് ചെയ്യത്തില്ലായിരുന്നു. ബട്ട് എനിക്കൊരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എൻ്റെ ഈ ലെഗിന് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് സ്ട്രെങ്ത് ഉണ്ടാകത്തുള്ളൂ. സോ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു, ലെഗ് വർക്കൗട്ടും ചെയ്യാൻ തുടങ്ങി. ബട്ട് അതാണ് ഞാൻ ചെയ്തതിനകത്ത് ഏറ്റവും നല്ലൊരു തീരുമാനം എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം ഈ കാലിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മസിൽസ് ഇല്ല. മസിൽസ് ഇത് കട്ട് ചെയ്ത് കളഞ്ഞേക്കുന്നതാണ്. സോ ഇവിടെ ജസ്റ്റ് മസിൽസ് ഇല്ല എനിക്ക്. ഇവിടെ ഇല്ല. സോ നീ ഡിസ്ലൊക്കേറ്റഡ് ആണ്, ഇവിടെ മസിൽസ് ഇല്ല. ബട്ട് സ്റ്റിൽ ഇതിപ്പം ഗ്രോ ആവുന്നുണ്ട്. സോ ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇത് നേരത്തെ ഈ 2 കാലും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു. സോ ഇപ്പോൾ നോക്ക്, ഇപ്പം അധികം വ്യത്യാസമില്ല. എനിക്ക് ആ ക്വാഡ് മസിൽസ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ഇപ്പുറത്തെ സൈഡ് കുറച്ചും കൂടി ഡെവലപ്പ് ആവുന്നുണ്ട്. സോ ഐ എം ഹാപ്പി അബൌട്ട് ദാറ്റ്. സോ എൻ്റെ ലിമിറ്റ് ഞാൻ എന്ന് ക്രോസ് ചെയ്യാൻ തുടങ്ങിയോ അന്നാണ് എനിക്ക് എൻ്റെ ഫിസിക്ക് മാറി തുടങ്ങിയത്. ലെഗ് വർക്കൗട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ അപ്പർ ബോഡി എത്രത്തോളം സ്ട്രോങ് ആവുന്നു അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ലോവർ ബോഡിയും സ്ട്രോങ് ആയിരിക്കണം. സോ നെവർ സ്കിപ്പ് യുവർ ലെഗ് ഡേ. സോ നമുക്ക് അടുത്ത വർക്കൗട്ടിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഹെവി ലോഡ് വെയിറ്റ് കൂട്ടുകയാണ്. പിന്നെ 7 പ്ലേറ്റ്സ്. ഒരു 15 reps കഴിക്കും. 2 പ്ലേറ്റ് വീതം കുറച്ച്. ഓക്കെ, അതോടെ നമ്മുടെ സെറ്റ് തീർന്നിരിക്കുകയാണ്. കുറച്ചും കൂടി ഞാൻ പൊക്കി വെക്കുവാണ്. ഇതാണ് എൻ്റെ കറക്റ്റ് പൊസിഷൻ. ഓക്കെ, ഹോൾഡ് 1 2 3 4 5 6 7 8 9 10. സോ ഇതാണ് ഫസ്റ്റ് സെറ്റ്. ഞാനിപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയം വെയിറ്റ് ഇട്ടാണ് ചെയ്തത്. സോ സെക്കൻഡ് സെറ്റ് ഞാനിപ്പോൾ തന്നെ ചെയ്യും. 2 പ്ലേറ്റ് ഞാൻ കൂട്ടും. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ലാസ്റ്റ് വരെ ആവാറായി. ഒരു സെറ്റും കൂടി അടിക്കുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഫുൾ ഇതിനകത്തുള്ള ഫുൾ വെയിറ്റ് ആവും. ഇപ്പോൾ സെക്കൻഡ് സെറ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അങ്ങനെ 10 reps അതും കഴിഞ്ഞു. വീണ്ടും ഞാൻ വെയിറ്റ് കൂട്ടുവാണ്. ഫൈനൽ ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. ഓക്കെ, റെഡി. ഇത് കുറച്ച് പാടായി. 1 2 3 4 5 6. കണ്ട, ഇത് ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ഫ്രണ്ടിലോട്ട് ഇറങ്ങിപ്പോയി. അത് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഫ്രണ്ടിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് തന്നേക്കുന്നത്. പിടിച്ച് വെക്കുക. ബട്ട് മാക്സിമം നിങ്ങൾ വെയിറ്റ് അടിക്കുന്ന സമയത്ത് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകും. സോ ടൈറ്റ് ചെയ്ത് പിടിക്കുക, അല്ലെങ്കിൽ തിരിച്ച് പൊസിഷനിലോട്ട് വരിക. 8 9 10. 2 more. 12. ഓക്കെ, അങ്ങനെ ഹാംസ്ട്രിങ്സ് നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ടുണ്ട്. സോ നടക്കാം.
പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞില്ല, നാച്ചുറലി ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോക്കകത്ത് കാണുന്ന അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന പോലെ ഒരു ഫിസിക്ക് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ബോഡി ബിൽഡറിൻ്റെ ഫിസിക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പറ്റുന്നില്ല ഞാൻ പറയുന്നില്ല, ബട്ട് അതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം പലർക്കും പല ടൈപ്പ് ബോഡിയാണ്. അപ്പം ചില ആൾക്കാർക്ക് കുറച്ചും കൂടി ഫാറ്റി ആയിട്ടുള്ള ഒരു ബോഡി ആയിരിക്കും. അത് എത്ര നോക്കിയാലും നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല അൺലെസ് യു യൂസ് സ്റ്റിറോയിഡ്സ് ഓർ എൻഹാൻസേഴ്സ്. സോ അങ്ങനത്തുള്ള ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് വളരെ അധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതിന് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പേഷ്യൻസ് വേണം, നല്ല രീതിയിലുള്ള സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ വേണം. നിങ്ങൾക്ക് ബോഡി എത്ര നല്ലോണം നോക്കുന്നോ അതിനനുസരിച്ച് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ബട്ട് അത് കുറച്ചും കൂടി ടൈം കൺസ്യൂമിംഗ് ആണ്. ഒരു 2-3 വർഷമൊക്കെ എടുത്തിട്ടായിരിക്കും ചില ആൾക്കാർക്കൊക്കെ അത്യാവശ്യം ഫിസിക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ തന്നെ ഇപ്പോൾ ഒരു 8 വർഷമായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ്. സോ എൻ്റെ ബോഡിയും ഇത്രേ വന്നിട്ടുള്ളൂ. സോ ഐ എം സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. സോ ഇത് കണക്കൊരു ഫിസിക്കാണ് ഒരു നാച്ചുറൽ ബോഡി ബിൽഡറിൻ്റെ രീതിയിൽ വരുന്നത്. അതും പലർക്കും പല ടൈപ്പാണ് വരുന്നത്. സോ വീഡിയോക്കകത്ത് കാണുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസസിനെയൊക്കെ കണ്ട് അതേപോലത്തെ ഒരു ഫിസിക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു 2-3 മാസം കൊണ്ട് പറ്റും എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത്. ഇറ്റ് ഈസ് ട്രൂലി ഇമ്പോസിബിൾ. ബിഗിനേഴ്സിന് ഒരിക്കലും പറ്റാത്തൊരു കാര്യമാണ്. ഒരു 30 ഡേ 90 ഡേ ചാലഞ്ചൊക്കെ എടുക്കുമ്പോൾ നിങ്ങളുടെ ബോഡി അത്രത്തോളം വർക്കൗട്ട് ചെയ്ത് കഷ്ടപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെ കൊണ്ടുവരാൻ പറ്റൂ. സോ അത്രയും നല്ല രീതിയിൽ ഡിസിപ്ലിനും ഫുഡും ഡയറ്റും സപ്ലിമെൻറ്റ്സും എല്ലാം എടുത്താൽ മാത്രമേ ആ രീതിയിലൊരു കോമ്പറ്റീറ്റീവ് ലെവലിലുള്ള ഫിസിക്ക് നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റൂ. സോ നിങ്ങളൊരു ബോഡി ബിൽഡർ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു മൈൻഡ് സെറ്റുമായിട്ട് ജിമ്മിൽ പോകരുത്. ജസ്റ്റ് ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യും. നിങ്ങളൊരു നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനനുസരിച്ചുള്ള ഫുഡ് എടുക്കുക, അതിനനുസരിച്ചുള്ള വർക്കൗട്ട് ചെയ്യുക. സോ ഒരു ലോങ് ടേം റിസൾട്ടിന് അതാണ് വേണ്ടത്. നിങ്ങൾക്ക് ഷോർട്ട് ടേം ആയിട്ടുള്ള റിസൾട്ട് വേണ്ടി 3-4 കിലോ കുറയ്ക്കാൻ വേണ്ടി ഒരിക്കലും ജിമ്മിലോട്ട് പോകരുത്. കാരണം നിങ്ങൾ എന്ന് ജിമ്മ് നിർത്തുന്നു അതേപോലെ തന്നെ നിങ്ങൾ ലോസ് ചെയ്ത വെയിറ്റ് അങ്ങനെ തിരിച്ചു വരും. കാരണം നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിൽ. കാരണം മെയിനായിട്ടുള്ള ആൾക്കാർക്ക് ആർക്കും ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യം അറിയത്തില്ല. കാരണം ഒരുപാട് രീതിയിലുള്ള മെത്തേഡ്സ് ഉണ്ട്, പല രീതിയിലുള്ള ഡയറ്റിംഗ് ഉണ്ട്. സോ വർക്കൗട്ട് ഡയറ്റ് എല്ലാം കൂടി ഒത്തുചേർന്ന് പോയാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ. സോ ആഫ്റ്റർ 40 ഇഫ് യു ആർ നോട്ട് ഡൂയിങ് എനി എക്സസൈസസ് ഓർ ഫിസിക്കൽ ആക്ടിവിറ്റി സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ബിക്കോസ് 40ക്ക് ശേഷം നിങ്ങളുടെ ബോൺ ഡെൻസിറ്റി കുറയും, നിങ്ങൾക്ക് പല രീതിയിലുള്ള അസുഖങ്ങൾ വരാൻ തുടങ്ങും. സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഉറപ്പായി എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. അത് എന്തായാലും കുഴപ്പമില്ല, അത് വർക്കൗട്ട് തന്നെ ആവണമെന്ന് ഞാൻ പറയുന്നില്ല. എന്തെങ്കിലും ആയാലും മതി. ഗെയിംസ് ആവാം, സ്വിമ്മിങ് ആവാം, ജിമ്മിൽ പോകുന്നതാവാം, യോഗയാവാം, എന്തെങ്കിലും. ബിക്കോസ് ഒരുപാട് അസുഖങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആഫ്റ്റർ കോവിഡ്. സോ അതൊരു സർവേ എടുത്തതിന് ശേഷമാണ് ഞാൻ ഈ പറയുന്നത്. പോസ്റ്റ് കോവിഡ് ഒരുപാട് അസുഖങ്ങൾ വരുന്നുണ്ട്. മെയിനായിട്ടും ആൾക്കാർക്ക് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. സോ കീപ് ദാറ്റ് ഇൻ മൈൻഡ്. നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് വേണ്ടി, നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. സോ നമുക്ക് ബാക്കി വർക്കൗട്ടിലേക്ക് പോകാം. സോ ആൾക്കാരുടെ മെൻറ്റാലിറ്റി ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതെല്ലാം പറഞ്ഞത്. എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. സോ നമ്മൾ കാഫ് റേസ് സ്മിത്ത് മെഷീനിൽ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം. ഹോൾഡ് ചെയ്യുക, ലെഗ് ഇങ്ങനെ പുറത്തേക്ക് വി ഷേപ്പ്, സോ ഇതിന് ഒരു വേരിയേഷൻ കാണിച്ചു തരാം. ഒരു പ്ലേറ്റ് എടുക്കുക, നിങ്ങൾ ആ പ്ലേറ്റിൽ നിൽക്കുക. ഓക്കെ, പ്ലേറ്റിൽ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹൈറ്റ് കിട്ടും. വി ഷേപ്പ്, അപ്പ് ആൻഡ് ഹോൾഡ്. ഇവിടെ മുകളിൽ ഒരു 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, താഴെ വരിക, അപ്പ് അപ്പ് അപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാഫ് റേസ് ചെയ്യാം. കാഫിൻ്റെ മെഷീൻ ജിമ്മിലില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ മെഷീൻ കാണിച്ചു തരാം. മെഷീൻ നിങ്ങളുടെ ജിമ്മിലുണ്ടായിരിക്കും. സോ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലെഗ് ഇവിടെ വെക്കുക, ഫ്രണ്ട് പാർട്ട് ഒരു മിഡിൽ പോർഷൻ വെക്കുക, അപ്പ് പ്ലീസ് ഡൗൺ ആൻഡ് ഹോൾഡ്, ഡൗൺ ആൻഡ് ഹോൾഡ്. താഴെ തൊട്ട് പോകുന്നതിന് മാത്രമല്ല മേളിൽ ഹോൾഡ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് പ്ലേസ് ചെയ്യുക. ടച്ച് ഇറ്റ്. സോ 3 സെറ്റ് ഇതും 3 ചെയ്യുക. സോ നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ വർക്കൗട്ട്സും കഴിഞ്ഞിട്ടുണ്ട്. ലെഗ് ഡേയിൽ ഞാൻ മോസ്റ്റ്ലി ചെയ്യുന്ന വർക്കൗട്ട്സ് എല്ലാം ഇത്രയാണ്.
ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേരിയേഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ് വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ലെഗ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പം ഞാൻ 5 വേരിയേഷൻസ് കൊണ്ട് എൻ്റെ വർക്കൗട്ട്സ് മാക്സിമം നിർത്തുകയാണ് ഇപ്പോൾ അത്, കാരണം എനിക്ക് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട്. ബട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാക്സിമം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തരാം. അപ്പം നിങ്ങൾക്ക് ഇതിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള വർക്കൗട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്യുക. അതിനകത്ത് എനിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പേഴ്സണൽ ട്രെയിനിങ്സ് അവൈലബിൾ ആണ്, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. സോ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, നിങ്ങൾ ഇതിനകത്ത് പാഷനേറ്റുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാരണം സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പറ്റുന്നില്ല, ട്രെയിനിങ് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ തയ്യാറാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, എൻ്റെ ഈ ചാനൽ ഫോളോ ചെയ്യുക, എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID വന്നിട്ട് നിങ്ങളൊരു മെസ്സേജ് ഇടുക, ഡോക്ടർ ഫിസിക് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിൽ വന്നിട്ട് നിങ്ങൾ ഒരു മെസ്സേജ് ചെയ്യുക. ആ മെസ്സേജ് ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള റീസൺ ഉണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് ഒരു പൈസ പോലും വാങ്ങിക്കാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ ചെയ്തു തരാം. നിങ്ങളെ നാച്ചുറലി ഒരു ബോഡി ബിൽഡർ ആക്കി മാറ്റാനുള്ള എല്ലാ ഹെൽപ്പുകളും ഞാൻ ചെയ്തു തരാം. ബട്ട് യു ഹാവ് ടു ബി ട്രൂലി പാഷനേറ്റ് അബൌട്ട് ഇറ്റ്. അല്ലാതെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർ അങ്ങോട്ട് വരണ്ട. ട്രെയിനിങ് ഈസ് വെരി ഹാർഡ്. അപ്പം അത് കഷ്ടപ്പെടാൻ റെഡിയാണെന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് വരും. സോ അങ്ങനെ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ മാത്രം അവിടെ വന്ന് മെസ്സേജ് ചെയ്താൽ മതി. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഹെൽപ്ഫുൾ ആവട്ടെ. നിങ്ങൾക്ക് എന്താണ് എക്സ്ക്യൂസസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ വീഡിയോ കമൻറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന് പറ്റിയ ഒരു റെസ്പോൺസ് ഞാൻ തരുന്നത്, ഒന്നെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്താൽ മെസ്സേജായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ടാണ്. അണ്ടിൽ ദെൻ ബൈ ബൈ.